ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്ത് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് ദിവ്യശ്രീയാണ്. പക്ഷെ ദിവ്യശ്രീ കണ്ടാ തോന്നുന്നു അങ്ങനെ ഇല്ല. അതിനു മുമ്പ് ദിവ്യശ്രീക്ക് ഒരു മാനേഴ്സ് ഉണ്ട്, അത് നന്നായിട്ട് കാണിക്കുന്നത് ദിവ്യശ്രീയുടെ മോള് തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് രുദ്ര അമ്മയുടെ ഒരു ആക്ഷൻ മാനറിസം എന്താണ്? അമ്മയുടെ ഇവിടെ കുറെ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഡാൻസ് വരുമല്ലോ ഈ സംസാരിക്കും. അപ്പൊ ഇങ്ങനെ എനിക്ക് ഇന്നലെ ഭയങ്കര പനിയായിരുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഛർദിച്ചു. പിന്നെ എന്ത് പറ്റി? പിന്നെ ഫുൾ കണ്ണോണ്ടൊക്കെയാണ്, കണ്ണൊന്ന് തുറപ്പിച്ച് നോക്കി നമ്മൾ അവിടെ ഇരുന്ന് പോവും. എന്ത് പറ്റി? എനിക്ക് ആ ഛർദിക്കലാണ് ഇഷ്ടം. അപ്പൊ ദിവ്യശ്രീ ആരെയൊക്കെ കാണിക്കും? ദിവ്യശ്രീ എനിക്ക് തോന്നുന്നു സന്ധ്യനെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? എന്റെ മുത്തപ്പ ഓള് നല്ലോണം കളിക്കും, ഞാൻ അങ്ങനെ കളിക്കൂലോ, എന്റെ പേര് പറയണ്ട. എന്റെ മുത്തപ്പ എനിക്ക് പേടിയാണ്. ശരിയാ, സന്ധ്യ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കലും സന്ധ്യ ഇങ്ങനെയാ സംസാരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കില്ല. വായി തുറന്നു കഴിഞ്ഞാല് എന്റെ മുത്തപ്പ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയാ പറയാ. അടിപൊളി. പിന്നെ ആരാണ്? ഷീന ചേച്ചി. ഷീന ചേച്ചി ചെയ്യോ? അയ്യോ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ലോ കേട്ടോ പറഞ്ഞത്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ സന്തുനാണെങ്കിൽ എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഒട്ടും പ്രണയവും ഇല്ല എന്നോട്. സൂപ്പർ. പിന്നെ ആരെയാണ്? നിത്യനെ ചെയ്യില്ലേ? അത് പിന്നെ ദിവ്യ, നീ എന്ത് പണിയാ കാണിച്ചത്? അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ദിവ്യ, പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നീ അത് മനസ്സിലാക്കണം. ഈ പറഞ്ഞത് എന്നെ 10-15 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഫ്ലോ, അതായത് ഇവിടെ മൈക്കിലെടുത്ത് സംസാരിക്കുമ്പോഴും വേറെ നിത്യനുണ്ടോ? അതെയോ അത് ഇവിടെ അത് ശ്രീകുട്ടി കാണിക്കും. ഇവിടെ ഇരിക്കണ നിത്യ എങ്ങനെയാണെന്ന് ഒരു കാര്യം പറയും. ലിഷ കാര്യം പറയുന്നത് അവിടെ നടക്കുവാണ്. ലിഷ, ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? Seda ma'am, yeah, I fully agree with you ma'am. Yes. Really, you know where to touch the flower to bloom. You know, correct point you touch. Before that, I was like nothing. No, you touched that correct point. I blew. ശരിയാ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറെ ആരോടെങ്കിലും നമ്മൾ ചോദിക്കുമ്പോഴേക്കും നിത്യ മൈക്ക് എത്തിപ്പിടിക്കും. ഇത് സംഭവം കറക്റ്റ്, നമുക്കൊരു കറക്റ്റ് സാധനത്തിനോട് മാപ്പ് ചെയ്യാം നിത്യയുടെ. അന്ന് ഇങ്ങോട്ട് വന്നോ. ഓഹോ, നിത്യ സ്റ്റാർ. നിത്യ ആക്ച്വലി ഈ റൗണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിൽ അല്ല, അവര് ഇന്ന് രാവിലെ മുതലേ എനിക്കിട്ട് പാരയ്ക്ക് പണിഞ്ഞോണ്ടിരിക്കുക. അതിന് കൂടെ ഇവരൊക്കെ ചില്ലറാ. റിപ്പോർട്ടർ അതുകൊണ്ടാണ് നിത്യ കൂടെ നിർത്തി പെർഫോം ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമല്ലോ. സോ ഒരു റിപ്പോർട്ടർ പബ്ലിക്കലി വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതൊരു പബ്ലിക് ഇഷ്യൂ നടക്കുവാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിത്യയെ പോലെ സ്വഭാവം. സ്വാസിക, നമ്മുടെ ഇവിടെ ഈ വെള്ളത്തിൽ വീണ ഈ കക്ഷിയെ പറ്റി എന്താണ് പറയാൻ? പാവം ഒരാളായിരുന്നു. പക്ഷെ അവര് പെട്ടെന്ന് വെള്ളത്തിൽ വീണ് മരിച്ചപ്പോ ഞാൻ വെള്ളത്തിൽ വീണ് പെട്ടെന്ന് ഇങ്ങനെ മരിച്ചപ്പോ ഞാനും വിചാരിച്ചു ഇത് എന്ത് പറ്റി. എനിക്ക് ശ്വേതാജി, എനിക്ക് ഇത്രയും കണ്ടപ്പോ ശ്രീകുട്ടീനെ ആരെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നന്നായിരിക്കും തോന്നി. എന്റെ പല വേർഷൻസ് കാണിക്കും. ഒരാളൊരു വേർഷൻ കാണിക്കും, ദിവ്യശ്രീ ആദ്യം ചെയ്യട്ടെ. കാരണം ശ്രീകുട്ടിയുടെ മാനറിസം എനിക്ക് ഭയങ്കര ഒക്കെ പറയുന്ന ആളാണ്. നേരത്തെ മോളെ ഒന്ന് പഠിപ്പിച്ചൊരു സംഭവം ഞാൻ കാണിക്കും. മോളിങ്ങനെ സ്പീഡിൽ പറയാണ് ഒരു കാര്യം. അപ്പൊ ശ്രീകുട്ടി അങ്ങനെ സ്പീഡിൽ പറയല്ലേ, മെല്ലെ ബ്രീത്ത് എടുത്തിട്ട് ഇവൾക്കോ ബ്രീത്ത് ഇല്ല. എന്നിട്ട് ഇവള് പറയാ നല്ലോണം ബ്രീത്ത് എടുത്ത് സംസാരിക്കും മോളെ. ശരിയാ, ശ്രീകുട്ടി ഭയങ്കര സ്പീഡും ഒരു അങ്ങനത്തെ ഒരു സാധനമാണ്. അടിപൊളി. ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കുട്ടികളിൽ? ശൈത്യ, ലിഷ, നിവേദിത, അവരൊക്കെ നടക്കുന്നത് രുദ്ര ചെയ്യും. ലിഷയുടെ മോള് നിവേദിത നടക്കുന്നത്. നിവേദിതയുടെ എങ്ങനെയാണെന്നറിയോ? അവളുടെ 24/7 എനർജി ഇതാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതാ. ശൈത്യയുടെ എന്താണ്? ഇങ്ങനെ നടക്കായിരിക്കും കേട്ടോ. രാവിലെയൊക്കെ ഇങ്ങനെ ഗ്രൂമിങ്ങിനൊക്കെ ഇങ്ങനെയാ വരിക.
എന്തുവാ ഈ നോക്കുന്നത്? ഇങ്ങനെ സൈഡായി വെച്ചിട്ട് എന്തുവാ നോക്കണ്? ഈ ഒരു